വട്ടമാണ് ഒരാൾ ഈ പൈൽസിന് വേണ്ടിയിട്ട് സർജറി ചെയ്തത്. എന്നിട്ട് അത് മാറിയോ? അതും ഇല്ല. പലപ്പോഴും പല ആളുകൾക്കും ഈ മലബന്ധം തന്നെയാണ് പൈൽസിന് കാരണമായിട്ട് വരുന്നത്. കുറേ മരുന്നുകളും അതേപോലെ കുറേ സർജറി ചെയ്തതുകൊണ്ട് മാത്രം ഈ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ളത് മാറാൻ പോകുന്നില്ല. ടീച്ചിങ് ജോബിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈദ അതേപോലെ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ ഉള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. വട്ടമാണ് ഒരാൾ ഈ പൈൽസിന് വേണ്ടിയിട്ട് സർജറി ചെയ്തത്. എന്നിട്ട് അത് മാറിയോ? അതും ഇല്ല. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം മലബന്ധമാണ്. അത് ശരിയാക്കാതെ എത്ര വട്ടം സർജറി ചെയ്താലും പിന്നെയും അത് വരികയുള്ളൂ. എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 7 തവണ ഈ ഒരു പൈൽസ്, അതായത് മൂലക്കുരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത് കളയും. അത് 2 മാസത്തിന് കുറച്ച് ബെറ്റർ ആയിരിക്കും, ബ്ലീഡിങ്ങും കാര്യങ്ങളും വേദന ഉണ്ടാവില്ല. പിന്നെയും അടുത്തത് മൂലക്കുരു പിന്നെയും വരുന്നുണ്ടാവും, പിന്നെയും സർജറി ചെയ്യുക. ഇതൊരു സ്ഥിരം പതിവാക്കിയിട്ട് 7 തവണ അത് ചെയ്ത് പിന്നെയും അതിനൊരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് മടുത്തിട്ടാണ് ഇവിടെ നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പേഷ്യൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലായിരുന്നു ആദ്യം മാറ്റം വരുത്തേണ്ടിയിരുന്നത്. കുറേ മരുന്നുകളും അതേപോലെ കുറേ സർജറി ചെയ്തതുകൊണ്ട് മാത്രം ഈ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ളത് മാറാൻ പോകുന്നില്ല. അത് പിന്നെയും വരികയുള്ളൂ. അപ്പോൾ ആളുടെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് തീരെ നടക്കില്ല, ഫുൾ ടൈം ഇരുത്തം. ഇനി ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൾക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ഈ IBS എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ തന്നെ മോഷൻ പോവുക എന്നൊരു തോന്നൽ. അതിൽ തന്നെ ഇപ്പോൾ ഓരോ തവണ മോഷൻ പോകുന്ന ടൈമിലും സിവിയർ ആയിട്ടുള്ള മലബന്ധമാണ് ആൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ തവണയും പോകുമ്പോൾ 3/4 മണിക്കൂറും 1 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. ഇങ്ങനെ 3-4 വട്ടം പോയി കഴിയുമ്പോൾ തന്നെ ഒരു അന്നത്തെ ദിവസം കംപ്ലീറ്റ് പോയി. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് തൻ്റെ എന്താ പറയുക ഡെയിലി വർക്ക്, ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അത്രയധികം വേദന, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു അസുഖം മാറുന്നില്ല എന്നുള്ളൊരു മനോവിഷമം കൂടുതലായിട്ട് നിൽക്കുക. മലം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് മോഷൻ പോയി കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ ഇരുന്ന് വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാലും പോയ ഒരു ആശ്വാസമില്ല, പിന്നെയും വയറിൽ എന്തോ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പോലെ. അങ്ങനെ ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് നോക്കി, മരുന്നുകൾ എടുത്തു നോക്കി, എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞ് അത്രയും വിഷമത്തിലാണ് ആൾ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ശരിക്കും ഇത്രയധികം സർജറിയുടെ ആവശ്യമുണ്ടോ? കാരണം ഇതിൻ്റെ മെയിൻ കാരണം ഈ മലബന്ധമാണ്. അപ്പം അത് മാറ്റിപ്പിടിക്കണം. അത് മാറാനായിട്ട് അങ്ങേർക്ക് ചില ഭക്ഷണ രീതികൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ചില ജീവിതശൈലികൾ, വാക്കിങ് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പൈൽസായിട്ട് വരുന്നൊരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നടക്കാറുണ്ടോ, നിങ്ങളുടെ ജോബ് എന്താണ്? ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? ഇരുത്തമായിരിക്കും കൂടുതലും. എന്താ വെച്ചാൽ ഓഫീസ് വർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടത്തമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വർക്കായിരിക്കും അവർക്ക്. അപ്പോൾ ഈ കണ്ടിന്യൂസ് സിറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പുകവലിയേക്കാൾ അപകടകരമാണ്. നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ് ഒരു ദിവസം 4-5 സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതിനേക്കാൾ അപകടകരമാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് ഇരുത്തം എന്നുള്ളത്. കാരണം ഇത് നമ്മുടെ മസിൽസിനെ ഫുള്ളും എന്താ ചെയ്യുക, ഭയങ്കര ടൈറ്റായി പിടിക്കുകയും ചെയ്യും. ഇത് മലബന്ധത്തിന് മെയിൻ കാരണമാണ്. അപ്പോൾ വെള്ളം മാത്രം കുടിക്കുന്നത് കൊണ്ട് ആയില്ല. പലരും ഇപ്പോൾ AC-യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ AC-യിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് വെള്ളം ദാഹിക്കണം എന്നുള്ളൊരു സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് 1 kgക്ക് 30 ml വെച്ചിട്ട് വെള്ളം, അങ്ങനെ നിങ്ങളുടെ ശരീരഭാരം എത്രയാണോ അതിനനുസരിച്ച് 2.5 മുതൽ 3 ലിറ്റർ വെള്ളം. ഇപ്പം മഴക്കാലമാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 2.5 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതേപോലെ കണ്ടിന്യൂസ് സിറ്റിംഗ് എന്തായാലും അവോയ്ഡ് ചെയ്യണം. നമ്മൾ ഫുൾ ടൈം ഇരുത്തമാണ് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഡോക്ടർ പ്രൊഫഷനായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഇരിക്കരുത്. 1 മണിക്കൂർ ഇരുത്തത്തിന് ശേഷം എണീക്കുക, കുറച്ച് നേരം നടക്കുക, പിന്നെയും വന്നിട്ട് എഗെയിൻ നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ IBS ഉള്ളവരിൽ എന്താണെന്ന് വെച്ചാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവരിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മോഷൻ പോകണം എന്നൊരു തോന്നലുണ്ടാവും. എന്നാൽ പോയി കഴിയുമ്പോൾ അത് ലൂസായിട്ട് പോവുണ്ടാവില്ല. ഒരുപാട് നേരം ആ ഒരു വയറിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് പോകണമെന്നുള്ള സെൻസേഷൻ ഉണ്ടാകും. എന്നാൽ അതിൽ കൂടുതൽ അവർ എന്താ പറയുക സമ്മർദ്ദം ചെലുത്തിയിട്ട്, പ്രഷർ ചെലുത്തിയിട്ട്, അങ്ങനെയാണ് ഈ ഒരു പൈൽസ് പലപ്പോഴും പല ആളുകൾക്കും ഈ മലബന്ധം തന്നെയാണ് പൈൽസിന് കാരണമായിട്ട് വരുന്നത്. പൈൽസ് അല്ലെങ്കിൽ തടിപ്പിന് കാരണമായിട്ട് വരുന്നത്. ഈ പൈൽസ് തന്നെ സത്യം പറഞ്ഞാൽ 3 ഡിഗ്രിയിലുണ്ട്. 1st ഡിഗ്രി, 2nd ഡിഗ്രി,
തേർഡ് ഡിഗ്രി. ഇതിൽ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഒക്കെ നമുക്ക് തന്നെ അത് എന്താ പറയുക ഭക്ഷണത്തിലൊക്കെ മാറ്റി പിടിക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഞാൻ ഈ പറഞ്ഞ പേഷ്യൻറ്റ് അവർ വരുന്ന ടൈമിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മോഷൻ പോവുമല്ലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഇവർ ചെയ്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം തീരെ കഴിക്കലില്ല, വെള്ളം മാത്രം കുടിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ദിവസവും മോഷൻ പോകണ്ടല്ലോ. അവരുടെ ഒരു കോൺസെപ്റ്റ്, അവരുടെ ഒരു വേദന കൊണ്ട് അവരത് ചെയ്തു പോകുന്നതാണ്. ദിവസവും മോഷൻ പോകണ്ട, ഭക്ഷണം നല്ലോണം കുറച്ച് കഴിഞ്ഞ് ഒരു നേരത്തേക്ക് മാത്രം കഴിക്കുക, അതും ഫ്രൂട്ട്സ് എന്തെങ്കിലും മാത്രം കഴിക്കുക. എന്നിട്ട് അപ്പോൾ 1.5 അല്ലെങ്കിൽ 2 ദിവസത്തിനൊരിക്കൽ മോഷൻ പോകുമ്പോൾ അത്രയും അന്നത്തെ ദിവസം ആ വേദന കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവർ ആ ഒരു കണ്ടീഷൻ, ആ ഒരു പൈൽസിനെ ഒന്നുകൂടി വഷളാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ അടുത്ത ദിവസം വയറ്റിൽ നിന്ന് പോകണമല്ലോ എന്നുള്ളത് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. ഭക്ഷണം റെഗുലറായിട്ട് തന്നെ എടുക്കണം. 3 നേരം ഭക്ഷണം കഴിക്കണം. കഴിക്കുന്ന ടൈമിൽ നന്നായി ചവച്ച് അരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പേഷ്യൻറ്റിന് ഗ്യാസിൻ്റെ അമിതമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നത്തിന് ഇവർ ഇംഗ്ലീഷ് മരുന്നുകളാണ് കൂടുതലായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഗുളിക രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കും. ഇത് കഴിക്കുമ്പോൾ ഇത് കഴിച്ചിട്ടും ആശ്വാസമൊന്നുമില്ല, എന്നാൽ അവരുടെ ഒരു മനസ്സിനൊരു തൃപ്തിയാണ്. ഇത് കഴിക്കുമ്പോൾ കുറച്ച് ഏമ്പക്കം വരും, കുറച്ച് ചെറിയ തോതിലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഏമ്പക്കം വരും, അപ്പോൾ വയറ് ഒരു ചെറിയൊരു അയവ് വരും എന്നാണ് ആൾ പറയുന്നത്. എന്നാൽ ഈ ഒരു എന്താ പറയുക ഗ്യാസിൻ്റെ കംപ്ലയിൻസിനായിട്ട് പലപ്പോഴും മരുന്ന് കഴിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ആമാശയത്തിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ചെന്ന് കഴിയുമ്പോൾ HCl എന്ന് പറഞ്ഞ് ആസിഡിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവും. ഇത് കുറച്ച് കഴിയുമ്പോൾ ദഹനം ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു എന്താ പറയുക ആൻറ്റാസിഡ് ടാബ്ലറ്റ് എന്ന് പറയും, ആൻറ്റാസിഡ് ടാബ്ലറ്റ്, ആസിഡ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ് കഴിച്ചു കഴിയുമ്പോൾ അത് നേരെ റിവേഴ്സായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയനെ ഒന്നുകൂടി സ്ലോ ഡൗൺ ആക്കും. അപ്പോൾ ഡൈജഷൻ പ്രോപ്പറായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വൻകുടലിൽ ഈ മലം കംപ്ലീറ്റ് ആയിട്ട് കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കെട്ടി നിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ ദിവസവും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കെട്ടി നിൽക്കുമ്പോൾ 2 ദിവസത്തിനൊരിക്കൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഉറച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഉറച്ചു പോകുന്ന ടൈമിൽ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള ആ ഒരു വെയിൻസ് തടിപ്പുണ്ടാവും. ഒരുപാട് പ്രഷർ ചെലുത്തുന്ന ടൈമിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വെയിൻസാണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ അതിന് അമിതമായിട്ടുള്ള സമ്മർദ്ദം നമ്മൾ ചെലുത്തുന്ന ടൈമിൽ തീർച്ചയായിട്ടും അത് പൈൽസായിട്ട് തടിപ്പായിട്ട് പുറത്ത് തള്ളി കാണപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് ഭക്ഷണം 3 നേരം കഴിക്കുക. ആൻറ്റാസിഡ് ടാബ്ലറ്റ്സ് റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒന്നാമത്തത് അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സസിനെ തന്നെ അതിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തും. പിന്നെ നമ്മുടെ ശരീരത്തിന് അതുപോലെ വൻകുടലിൽ ഉള്ള നല്ല ബാക്ടീരിയാക്കളുടെ ആ ഒരു വളർച്ച, സിംബയോസിസ് എന്ന് പറയും, നല്ല ബാക്ടീരിയക്കളും ചീത്ത ബാക്ടീരിയാക്കളുടെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും, അതിൽ വ്യത്യാസം ഉണ്ടാവും. തൈര് റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഭക്ഷണം നന്നായി ചവച്ച് അരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം മോഷൻ പോകും, വയറ്റിൽ നിന്ന് പോകുന്നുള്ളത് പേടിച്ചിട്ട് ഒരിക്കലും ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കരുത്. റെഗുലറായിട്ട് തന്നെ എടുക്കുക. വെള്ളം കുടിക്കുക, നടത്തം, വാക്കിങ് സ്ഥിരമാക്കുക. കാരണം ഈ വാക്കിങ് കോർട്ടിസോൾ ഹോർമോൺ ലെവൽ കുറയ്ക്കുക മാത്രമല്ല നമ്മുടെ ടോട്ടൽ ആ ഒരു പേശികൾക്ക്, നമ്മുടെ ആ ഒരു മലദ്വാരത്തിൻ്റെ അവിടെയുള്ള പേശികൾക്കൊക്കെ ഒരു അയവുണ്ടാക്കാൻ വളരെയധികം സഹായകരമാണ്. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്ന വട്ടപാത്രത്തിൽ, ചെറിയ വട്ടപാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് ഇന്ത്യൻ ടോയ്ലറ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഇതിൽ ഇത്തിരി കല്ലുപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിൻസ്, തള്ളിയ വെയിൻസ് ചുരുങ്ങാനായിട്ട് വളരെയധികം സഹായകരമാവും. പിന്നെ ഈ കാര്യത്തിൽ മെയിനായിട്ട് പറയേണ്ടത്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ വെസ്റ്റേൺ ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആ ഒരു വയറ്റിൽ നിന്ന് പോവാനായിട്ട്, മലബന്ധം ഇല്ലാതിരിക്കാൻ വളരെ സഹായകരമാവുന്ന ഒരു പൊസിഷനാണ് ഈ സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ ടോയ്ലറ്റ് പൊസിഷൻ. അപ്പോൾ ആ ഒരു പൊസിഷൻ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പ്രഷർ നമ്മുടെ വൻകുടലിൽ ചെന്ന് അമർത്തി മലം കംപ്ലീറ്റ് പുറത്ത് തള്ളാനായിട്ട് അത് സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റേൺ ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു സ്റ്റൂൾ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഈ ഫോട്ടോയിൽ കാണത്തക്ക രീതിയിൽ നമ്മുടെ വയറ് ഒരു അമർന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതായത് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അതേ പൊസിഷന് സിമിലറായിട്ട് നമുക്ക് താഴെ കാലിനൊരു സപ്പോർട്ട് വെച്ച് കഴിയുമ്പോൾ, ഒരു സ്റ്റൂൾ വെച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു സ്ക്വാട്ടിംഗ് പൊസിഷൻ ആവും. അങ്ങനെ അത് ഉപയോഗിക്കാനായിട്ട്, ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടോയ്ലറ്റിൽ അമിതമായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാതിരിക്കുക.
അപ്പോൾ പോയതിന് ശേഷം പിന്നെയും പിന്നെയും പോകണം എന്ന് തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ലക്ഷണമാണ്. അതിന് മെയിനായിട്ട് പ്ലംബമസിറ്റിക്കം മെഡിസിൻ, ട്രൊംബീഡിയം, ഈ മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കാറ്. അത് വളരെ ഇഫക്റ്റീവുമാണ്. പിന്നെ തൈര് റെഗുലറായിട്ട് കഴിക്കുന്നത്, യോഗട്ട്, തൈര്, അതുപോലെ നമ്മൾ കുറച്ച് പുളിച്ച ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ നിലനിർത്താനായിട്ട് വളരെയധികം സഹായകരമാവും. ഗുഡ് ബാക്ടീരിയ, നല്ല ബാക്ടീരിയ വൻകുടലിൽ അധികമായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഡൈജഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോൺ വെജ് പരമാവധി ഒഴിവാക്കുക. മൈദ നമ്മുടെ വീട്ടുകാർക്ക് ആർക്കും പൈൽസ് വരണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റേണ്ട ഒരു കാര്യമാണ് ഈ മൈദ എന്ന് പറയുന്നത്. കാരണം ഇതിന് എന്താ പറയുക, ഒരു ന്യൂട്രീഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് പോഷകങ്ങൾ വളരെ കുറവാണ്. മലബന്ധം ഉണ്ടാക്കാൻ മെയിൻ ഈ ഒരു മൈദ തന്നെയാണ്. അപ്പം മൈദ പരമാവധി ഒഴിവാക്കുക. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ പാക്ക്ഡ് ആയിട്ട് കിട്ടുമല്ലോ നമുക്ക്, ഇപ്പോൾ സോസേജുകൾ, ഇപ്പോൾ നോൺ വെജ് ഐറ്റംസ് തന്നെ, ഇപ്പോൾ മീനാണെങ്കിലും ഒക്കെ ഇങ്ങനെ പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സിൽ തന്നെ ഇപ്പോൾ IBS ഉള്ളവർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർ ചില ഫ്രൂട്ട്സുകൾ ഒഴിവാക്കണം. അതേപോലെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ മലബന്ധം ഉള്ളവരിൽ നമ്മളിപ്പോൾ ചീരയൊക്കെ റെഗുലറായിട്ട് എടുക്കാൻ പറയും. എന്നാൽ ഈ IBS ഉള്ളവരിൽ ഇത് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ് കൂടുക, പിന്നെ അവർക്ക് മോഷൻ പോകണം എന്നൊരു തോന്നൽ കൂടും. ഇതും എന്താ പറയുക, ഈ ഒരു പൈൽസിന് ഒരു കാരണമായേക്കാം. അപ്പോൾ ഈ പൈൽസിൻ്റെ ആ ഒരു പ്രശ്നം തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർജറിയുടെ ആവശ്യമില്ല. നമ്മൾ 7-8 തവണ സർജറി ചെയ്തത് കൊണ്ട് അത് മാറില്ല, പിന്നെയും വരും. കാരണം ഇതിൻ്റെ മെയിൻ കാരണം മലബന്ധമാണ്. അപ്പോൾ മലബന്ധം മാറ്റിയെടുക്കുക തന്നെ വേണം. അതിന് പലപ്പോഴായിട്ട് ചിലർ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ കായം പോലുള്ള ടാബ്ലറ്റ് എടുക്കും. അതേപോലെ തന്നെ മോഷൻ ലൂസായിട്ട് പോകാനായിട്ട് ത്രിഫല, ചൂർണം അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് എടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അതിന് ഡിപ്പെൻഡായിട്ട് മാറും. ഒരിക്കലും ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് പോരുത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിനും പറയുന്നത് അത് തന്നെയാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്, 3 മാസം അല്ലെങ്കിൽ 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എൻ്റെ മെഡിസിൻസിൻ്റെ സഹായം ഇല്ലാതെ, നമ്മുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ ബോഡി തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങണം. അതാണ് ഒരു നല്ല ട്രീറ്റ്മെൻറ്റിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അല്ലാതെ ആ മെഡിസിൻസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കരുത്. അപ്പോൾ ഈ ഒരു മോഷൻ പോകാനായിട്ട്, വയറ്റിൽ നിന്ന് പോകാനായിട്ട് സ്ഥിരമായിട്ട് ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് ഈ മരുന്ന് കഴിച്ചാൽ മാത്രമേ എനിക്ക് വയറ്റിൽ നിന്ന് പോവുള്ളൂ എന്നുള്ളത്. അതും ആ ഒരു രീതിയും മാറ്റി പിടിക്കേണ്ടതുണ്ട്. കാരണം അത് ക്രമേണ എന്താക്കുന്നു വെച്ചാൽ നമ്മുടെ ആ ഒരു വൻകുടലിലുള്ള നെർവ് സിഗ്നൽസ് ഉണ്ട്, അതിനെ സ്ലോ ഡൗൺ ആക്കാൻ തുടങ്ങും. അപ്പോൾ അത് എന്താ വെച്ചാൽ ഒരു പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റ് എന്ന് പറയും. അതായത് ചുരുങ്ങും എക്സ്പാൻഡ് ചെയ്യും, ചുരുങ്ങും എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയാണ് വൻകുടലിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നത്. പക്ഷേ ആ മൂവ്മെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മലം അവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് തള്ളില്ല, കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ലാക്സേറ്റീവ്സ് എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു നെർവ് സിഗ്നൽ അതിലോട്ട് പോകുക. അങ്ങനെ ബോഡി അതിലോട്ട് അഡാപ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാണ്ട് നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ നെയ്യ്, ഇത്തിരി ഇളം ചൂടുവെള്ളത്തിൽ നെയ്യ് അത് ഉപയോഗിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവാണ്. നിങ്ങളുടെ മോഷൻ വളരെ സ്മൂത്തായിട്ട് പോകാൻ നല്ലതാണ്. അതേപോലെ ചിയാ വിത്തുകൾ രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് എളുപ്പം പോകാനായിട്ട് നല്ലതാണ്. പിന്നെ ചൈന ഗ്രാസ് എന്ന് പറയും അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചുമ്മാ തന്നെ ചവച്ചിട്ട് അങ്ങനെ എടുക്കാം. അത് ഫൈബർ, നാര് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലും ശരീരത്തിൽ വലിച്ചെടുക്കാനായിട്ട് സഹായകരമാവും. അതുപോലെ രാത്രി കഴിക്കുന്ന ഭക്ഷണം പരമാവധി നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു പൈൽസ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്യാസിൻ്റെ ഒരു കംപ്ലയിൻറ്റും കൂടെ തന്നെ പോലെ ഉണ്ടാവും, അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നവും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ദഹനത്തിൻ്റെ ഒരു പ്രശ്നം എന്നും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രാത്രിയുള്ള ഭക്ഷണം എത്രയും നേരത്തെ ഒരു 6-7 മണി ആ ഒരു ടൈമിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തിൻ്റെ ആ ഒരു മെറ്റബോളിസം കുറച്ചുകൂടെ സ്പീഡപ്പ് ആവാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ ഇലക്കറികളും ചീരക്കറികളും ഒക്കെ തന്നെ കഴിക്കാം, പക്ഷേ അത് IBS ഉള്ളവർ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ ഫ്രൂട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സ് ഒരുപാട് പുളിപ്പുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സ് എടുക്കണ്ട. നമ്മൾ പപ്പായ നല്ലതാണ്, അതേപോലെ തന്നെ ഓറഞ്ച്, ഇതൊക്കെ ജ്യൂസായിട്ട് കഴിക്കുന്നതിന് പകരം അതേപടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാമ്പഴം നല്ലതാണ്, ചക്ക നല്ലതാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സുകൾ അതേപടി കഴിക്കുന്ന ടൈമിൽ നമുക്ക്
ഫൈബർ അങ്ങനെ കിട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴായിട്ട് ജ്യൂസായിട്ട് എടുക്കുന്ന ടൈമിൽ അതിൻ്റെ പോഷകം കംപ്ലീറ്റ് കുറയുകയാണ് ചെയ്യുക. പിന്നെ വെള്ളം ശരിക്കും കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർ അമിതമായിട്ടുള്ള ചായ, ഇതും ഞാൻ പലപ്പോഴും പല പേഷ്യൻസിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ടീയുടെ ഒരു ഇൻടേക്ക്, ചായയുടെ ഇൻടേക്ക് പരമാവധി കൂടും. ഈ ചായക്ക് ആ ഒരു ഫ്ലേവർ തരുന്നത് ടാനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആമാശയത്തിലുള്ള ഗ്യാസിൻ്റെ ഉൽപ്പാദനം കൂട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി പാൽ ചായ ആ ഒരു കോമ്പിനേഷൻ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടോ, അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചായ കൂടി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അത് 4ഉം 5ഉം ഒക്കെ ചായ ദിവസവും കുടിച്ചു കഴിയുമ്പോൾ അത് ആമാശയത്തിലെ ഒരു ഗ്യാസ്ട്രിക് അസിഡിറ്റിയുടെ എന്താ പറയുക കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഡൈജഷൻ ഉണ്ടാവുക, ദഹനത്തിൻ്റെ ആ ഒരു പ്രക്രിയ തന്നെ ടോട്ടൽ തകരാറിലാവാൻ ഈ ഒരു ചായ കൂടി മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത് പലപ്പോഴും. അപ്പോൾ ഈ പൈൽസ്, ഫിഷർ, ഇതിനൊന്നും സത്യം പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ സർജറിയുടെ ആവശ്യമില്ല. ഞാൻ ഫിഷർ വരുന്ന പേഷ്യൻസിനെ ഞാൻ പ്രത്യേകം പറയാറുണ്ട്. കാരണം ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൽ വരുന്ന വിടവാണ്. അത് ചുമ്മാ വരുന്നതല്ല, കട്ടിയായിട്ടുള്ള ഭയങ്കര ഉറച്ചിട്ടുള്ള മലം ഒരുപാട് കാലങ്ങളായിട്ട് വരുന്നത് കൊണ്ട് അവിടെയുള്ള ആ ഒരു മലദ്വാരത്തിൻ്റെ ഒരു സ്കിന്ന് അതിൽ വിടവുണ്ടാവുന്നതാണ്. അപ്പോൾ അതിന് ഈ മലബന്ധം അല്ലെങ്കിൽ ഈ ഭയങ്കര ഉറച്ചിട്ട് പോകുന്ന മലം നമ്മൾ ശരിയാക്കി തന്നെ വേണം. അത് ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫിഷർ എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് മാറും. ഇതെന്താ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഫിഷറിൻ്റെ പ്രശ്നം ഉള്ളവർ ഇപ്പോൾ 2-3 വട്ടമൊക്കെ സർജറി ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 2-3 വട്ടം സർജറി ചെയ്തിട്ട് എന്താ അതിന് മാറാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫിഷറിൻ്റെ മുറിവ് വന്നു, അത് ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടു എന്ന് വെച്ചാൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നില്ല. എന്നും ആ മലദ്വാരത്തിലൂടെ മലം പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ മുറിവ് ഉണങ്ങാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫിഷറായിരിക്കും, അതിന് ആദ്യമേ ചാടിക്കയറിപ്പോയി ഓപ്പറേഷൻ സർജറി ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കണ്ടീഷൻ വഷളായിട്ട് പിന്നെയും എരിച്ചിലും പുകച്ചിലും മോഷൻ പോയതിന് ശേഷം, ഇതാണ് ഫിഷറിൻ്റെ അടയാളം. പൈൽസും ഫിഷറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒറ്റ ഇതിൽ തന്നെ എനിക്ക് ആ പേഷ്യൻസ് പറയുമ്പോൾ നമുക്കത് കിട്ടാനായിട്ട് പറ്റും. മോഷൻ പോയിട്ട് കുറേ നേരത്തിന്, വൈകിട്ട് 5 മണി 6 മണി വരെയൊക്കെ ചില സമയങ്ങളിൽ വേദന, അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂർ നേരം എരിച്ചിലും പുകച്ചിലോടും കൂടിയിട്ടുള്ള വേദന അനുഭവപ്പെടുക, ബ്ലീഡിങ്, വളരെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാവുക. ഇത് ഫിഷർ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക മലദ്വാരത്തിലുള്ള വിടവ്, ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിന് സിറ്റ്സ് ബാത്ത് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുറിവ് ഉണങ്ങാനായിട്ട് വളരെയധികം സഹായകരമാണ്. കല്ലുപ്പിട്ടിട്ട് ഇതൊക്കെ, അതിൽ ഡെറ്റോൾ അങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കും. അതൊന്നും ഉപയോഗിക്കേണ്ട, ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ടാണ് ഇരിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഭക്ഷണശൈലി മാറ്റിപ്പിടിക്കുക. ദിവസവും 40 മിനിറ്റ് നേരം വാക്കിംഗ്, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഉള്ളവർ വാക്കിംഗ് നിർബന്ധമാക്കുക. സിറ്റിംഗ് ജോബിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈദ, അതേപോലെ ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ ഉള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പ്രോട്ടീൻസ് എടുക്കാം. പ്രോട്ടീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെടികളിൽ നിന്നുള്ള പ്ലാന്റ് പ്രോട്ടീനാണ് കൂടുതലായിട്ടും എടുക്കേണ്ടത്. നമ്മളിപ്പോൾ നോൺ വെജിൽ, ഇറച്ചിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മട്ടന്, ബീഫ്, ഇത് പരമാവധി ഒഴിവാക്കുക. മട്ടൻ, ബീഫൊക്കെ എന്തായാലും പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫൈബർ ഒന്നുമില്ല. സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് മോഷൻ പിന്നെയും അതെന്താ പറയുക ഭയങ്കര കട്ടിയായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഫിഷറിൻ്റെ കംപ്ലയിൻറ്റ് കുറച്ചുകൂടെ വഷളാക്കും. ഇനി അതല്ല, ഇപ്പോൾ ബീഫും ഇതൊക്കെ കഴിച്ച് ശീലിച്ചവരാണ് എന്നുണ്ടെങ്കിൽ കൂടെ ഒരു പീസ് പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പൈനാപ്പിൾ ബ്രൊമലൈൻ എന്നുള്ളൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈം പ്രോട്ടീനെ എളുപ്പം ദഹിക്കാനായിട്ട് ഹെൽപ്ഫുള്ളാകും. മാത്രമല്ല പൈനാപ്പിളിലും നാരുകൾ അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ നോൺ വെജ് എടുക്കുന്ന കൂട്ടരാണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ സാലഡ്സ്, ഫൈബർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓരോ ഭക്ഷണത്തിലും. ഇപ്പോൾ എല്ലാ പൈൽസും ഫിഷറും സർജറി ചെയ്യാനുള്ളതല്ല, സർജറി ചെയ്യാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതിയാവും. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമേ പേടിച്ച് സർജറിക്ക് മുതിരണ്ട. ഇതിനെക്കുറിച്ച്, പൈൽസ് അല്ലെങ്കിൽ ഫിഷറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.